വളരെ പറഞ്ഞു നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ അത്രയൊന്നും വരില്ല. ജോജോയുടെ റേഞ്ചൊന്നുമില്ല. എത്താൻ പറ്റത്തില്ല ഷാജോണ് ഗുഡ് ആക്ടറാണല്ലോ, എത്താൻ പറ്റത്തില്ലെന്നല്ല, അത്രയും വലിയൊരു കണ്ടന്റ് ഇല്ല. ഇതൊരു മറ്റേ കുറ്റാന്വേഷണം ടൊവിനോടെ പോലത്തെ ഒരു നല്ലൊരു ത്രില്ലർ. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഷാജോന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാണാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡ് പടമാണോ അതോ? അതെ, ആണ് നന്നായിരിക്കുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല, നന്നായിരിക്കും. നമ്മൾ കാണാൻ കയറിയപ്പോൾ എങ്ങനെ ആയിരിക്കും നമുക്കൊരു ധാരണയുണ്ടല്ലോ, പക്ഷേ അതിലൊക്കെ അപ്പുറമാണ്. വളരെ വളരെ നന്നായിരിക്കും. കഥാപാത്രം ഷാജൻ ചേട്ടൻ എത്രത്തോളം നന്നായിട്ട് ഷാജൻ ചേട്ടനെ പറയാൻ പറ്റത്തില്ല. ഷാജൻ ചേട്ടന് സ്ഥിരം ഒരു പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിലൊരു എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ സാധാരണ കാണുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു ഇതിനകത്ത്. ഒറ്റയ്ക്ക് നിന്നിട്ട് ആ ഫുൾ ടൈം പുള്ളിയുടെ ആ ചിരി പോലും ഭയങ്കര അട്രാക്ഷനായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, വളരെ സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് ഷാജൻ ചേട്ടൻ്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. പുള്ളി ഒരുവിധം പോലീസ് സ്റ്റേഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു ഈ ഒരു കഥാപാത്രം? ഒരു വെറൈറ്റി ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാസ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ വലിയ ആൾക്കാർ ഇട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതെ എൻ്റെ ഒരു കുറവുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ്. കഥാപാത്രങ്ങളിൽ പുള്ളി ഇപ്പം വില്ലനായിട്ടായാലും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അതിൽ നിന്ന് എങ്ങനെ ഒരു വ്യത്യസ്തമായിരിക്കും ഈ ഒരു ആ ക്യാരക്ടർ പിടിച്ച് അയാൾ ആ മീറ്ററിൽ തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് നിന്നിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റിയത്. കാരണം ബഡ്ജറ്റ് കുറവാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ ബാക്കിയുള്ള ചെയ്തതൊക്കെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരു അത്രയും പെർഫോമൻസ് ഉള്ള ആൾക്കാരല്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ബഡ്ജറ്റായിട്ട് നല്ലൊരു പടമായിരുന്നു. നല്ല കഥയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഇത്. നല്ല നറേഷനായിരുന്നു. ഇവിടെ സത്യാനൂപ ആണ് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നന്നായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തതിനെ കുറച്ചുകൂടെ നല്ല ഫ്രാൻസ് തോന്നി. എങ്ങനെയുണ്ട് ഷാജൻ ചേട്ടന്റെ പെർഫോമൻസ്? നല്ല പടം, ഷാജോന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ്. ഇൻവെസ്റ്റിഗേഷൻ നല്ല പടമാണ്. ടെൻഷൻ അടിപ്പിച്ചോ നമ്മളെ? ടെൻഷന് വലിയ ഇതൊന്നുമില്ല, പക്ഷെ നല്ല പടമായിരുന്നു. മൂവി നല്ല മൂവി. ഷാജോൻ ചേട്ടൻ എങ്ങനെയുണ്ട്? കിടിലം. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണല്ലോ. അതെ, നല്ലതാണ്. ഇങ്ങനെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറാണോ? നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ച് അങ്ങനെയുള്ള ഒരു സിനിമയായിരുന്നു അതോ ഒരു ലൈറ്റ് സാധാരണക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും? സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നല്ല ഷാജോൺ നല്ല സ്വഭാവ നടനാണ്. ഏത് റോളും അദ്ദേഹത്തിന് വഴങ്ങും. ഷാജോൺ സ്ഥിരമായിട്ട് ഒരു പോലീസ് കഥാപാത്രങ്ങളെ തളച്ചിടപ്പെട്ട ഒരാളെ. ഈ ദൃശ്യം എന്ന സിനിമ നമ്മൾ കണ്ടപ്പോൾ മോഹൻലാലിനോടൊപ്പം നിന്ന് പോരാടിയ ഒരു വില്ലനായിട്ട് ആണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഏത് കഥാപാത്രം അദ്ദേഹം നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യും. ഗ്ലാമർ നോക്കിയല്ലല്ലോ നമ്മൾ സിനിമ കാണുന്നത്, നടന് നോക്കിയാണ്. സന്തോഷം. നല്ല ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റുള്ളൊരു സിനിമയാണോ? തീർച്ചയായിട്ടും നന്നായിട്ട് അതിൻ്റെ തിരക്കഥാകൃത്തെ നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കഥയും അതിൻ്റെ തിരക്കഥയും സുന്ദരമാണ്. ഷാജൻ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ്. ഷാജോന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത്ര വലിയൊരു കണ്ടന്റ് ആയിട്ട് പറയില്ല. പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറായിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.